ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യുറേക്ക ഫോപ്സിൻ്റെ ഒരു അടിപൊളി വാക്യൂം ക്ലീനറാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇതെൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. യുറേക്ക ഫോപ്സിൻ്റെ സൂപ്പർ വാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡസ്റ്റ് കളക്ടിങ് ഏരിയ കേട്ടോ. ഈ കാണുന്ന അതിൻ്റെ ഡസ്റ്റ് കളക്ടിങ് ഏരിയ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നിന്ന് എത്രത്തോളം ഡസ്റ്റ് കളക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് ആ ഒരു ഡസ്റ്റ് കളക്ടിങ് ഏരിയ റിമൂവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഒരു കൈ കൊണ്ട് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യണം, മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഈ ഒരു ഹാൻഡിലിൽ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്യുക. അപ്പോൾ ഡസ്റ്റ് കളക്ടിങ് ഏരിയ റിമൂവ് ആയി വരും. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൗണ്ടിൽ കാണുന്നതിൻ്റെ ഓണും ഓഫും ആക്കാനുള്ള സ്വിച്ച്. മോട്ടർ ഓൺ ഓഫ് ആക്കാൻ പറ്റും. അതായത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, അപ്പോൾ ഓൺ ആവും, വീണ്ടും പ്രസ് ചെയ്യുക, അപ്പോൾ ഓഫ് ആവും. അതോടൊപ്പം തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മോട്ടറിൻ്റെ സ്പീഡ് മിനിമം മാക്സിമത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് എൻ്റെ മോട്ടർ ഇരിക്കുന്നത്. 1600 വാട്ടിൻ്റെ പവർഫുൾ മോട്ടറാണ് കേട്ടോ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഫിൽറ്ററൊക്കെ ഉണ്ട്. ഒരു എയർ വെൻറ്റും ആ ഒരു ഫിൽറ്ററുമാണ് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത്, നെറ്റ് പോലെ ഇരിക്കുന്ന ഭാഗത്ത് വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ആ സൈഡിലെ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് റിമൂവ് ചെയ്യുക, ആ ഒരു എയർ ഫിൽറ്റർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാക്യൂം ക്ലീനറിൻ്റെ ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള പൈപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു പൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു പോർട്ടിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് വയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ ആ ഒരു പൈപ്പിലുണ്ട്. ആ പൈപ്പിൽ ആ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഹോളിലോട്ട് ഇൻസെർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് അറ്റാച്ച് ആയിപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ജസ്റ്റ് ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോക്കായത് ഇരുന്നോളും. അങ്ങനെ അത്ര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പൈപ്പ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ആ പൈപ്പിൻ്റെ മറ്റേ അറ്റം. ഇപ്പോൾ ഈ ഒരു അറ്റത്താണ് നമ്മൾ മറ്റുള്ള അറ്റാച്ച്മെൻറ്റൊക്കെ ആഡ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മൾ അറ്റാച്ച്മെൻറ്റ് അതിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലെങ്ത് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ 2 പൈപ്പ് തന്നിട്ടുണ്ട്. ആ പൈപ്പ് ഇതിലൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ലെങ്ത് കൂട്ടാം. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി. ഇതേപോലെ നമ്മൾ ഓരോ പൈപ്പ്, ഇപ്പോൾ ഇത് സിംഗിൾ പൈപ്പാണ്, ഈ ഒരു പൈപ്പും കൂടെ വെച്ച് കുറച്ചും കൂടെ നമുക്ക് ലെങ്ത് കൂട്ടാം. ഇപ്പോൾ ഇതേപോലെ സെക്കൻഡ് പൈപ്പ് ഇതേപോലെ എടുത്ത് അതിൻ്റെ എൻഡിൽ ഇതേപോലെ ജസ്റ്റ് വീണ്ടും ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലെങ്ത് കൂട്ടാം. ഈ 2 പൈപ്പ് ഇതിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഫ്ലോർ ബ്രഷ് ആഡ് ചെയ്യണം. ഇതാണ് ഫ്ലോർ ബ്രഷ് എന്ന് പറയുന്നത്. ഈ ഫ്ലോർ ബ്രഷാണ് നമ്മൾ ഫ്ലോറുമായിട്ടുള്ള കോൺടാക്റ്റിൽ വരുന്നത്. അതായത് നമ്മൾ ഈ വാക്യൂം ചെയ്യുമ്പോൾ ഫ്ലോറുമായിട്ട് കോൺടാക്റ്റ് വരുന്ന പാർട്ടാണിത്. ഇത് ഈ പൈപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് വയ്ക്കാം. ഇത് ഇൻസെർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും വലിയ ലെങ്തിലാണ് നമുക്ക് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് തന്നെ ഉണ്ട്. ഈ ഫ്ലോർ ബ്രഷ് നമ്മൾ പല സൈസിൽ വരുന്നുണ്ട്. അതായത് ഇതുപോലെ ചെറിയ സൈസിൽ, വലിയ സൈസിൽ, അങ്ങനെ പല രീതിയിൽ വരുന്നത്. ഇതൊക്കെ ആ വ്യത്യസ്തമായ ഫ്ലോർ ബ്രഷുകളാണ്. അപ്പോൾ ഇതേപോലുള്ള ബ്രഷുകൾ വരുന്നുണ്ട്, ഇതുപോലുള്ള നോസിലുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഏരിയയ്ക്ക് അനുസരിച്ചാണ് കേട്ടോ. ഇപ്പം ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ആ വലിയ ഫ്ലോർ ബ്രഷ് ഉപയോഗിച്ചാൽ മതി. ചെറിയ ഏരിയയ്ക്കൊക്കെ ഇതേപോലെ ചെറിയ ഫ്ലോർ ബ്രഷ് ഉപയോഗിക്കാം. അതുപോലെ ചെറിയ വിടവിൽ നിന്നൊക്കെ പൊടി സക്ക് ചെയ്തെടുക്കണമെങ്കിൽ നോസിൽ ഉപയോഗിക്കാം. പിന്നെ ഹാൻഡിലുള്ള ഈ സ്ലൈഡിങ് സ്വിച്ച് വെച്ച് നമുക്ക് ഇതിലെ എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ സ്ലൈഡിങ് സ്വിച്ച് ഇതുപോലെ ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ എയർ ഫ്ലോ കുറയും, അതുപോലെ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ എയർ ഫ്ലോ കൂടും. ഇനി ഇതിൻ്റെ പവർ കോഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകു വശത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ പവർ കോഡ് ഇപ്പോൾ അതിനകത്ത് ചുറ്റി വെച്ചേക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുറത്തെടുത്തിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് അത് അകത്തോട്ട് കയറണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇത് ജസ്റ്റ് ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പവർ കോഡ് അകത്ത് കയറിപ്പോകും. ഇത് കണ്ടോ, ഇതേപോലെ അകത്ത് കയറിപ്പോകും. ഇനി ആവശ്യത്തിന് നമുക്ക് പുറത്തെടുക്കാം. ഇതേപോലെ പവർ കോഡ് പുറത്തെടുത്തിട്ട് ആവശ്യം കഴിയുമ്പോൾ ഇതുപോലെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണിത്. അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ ഈ ഡസ്റ്റ് കളക്ടിങ് ഏരിയ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കത് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ വീണ്ടും നമുക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനും നമുക്ക് അറ്റാച്ച് ചെയ്യാനും വളരെ എളുപ്പമാണ് ഈ ഒരു ഡസ്റ്റ് കളക്ടിങ് ഏരിയ എന്ന് പറയുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡസ്റ്റ് കളക്ടിങ് ഏരിയ ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഇതിനകത്ത് എത്രത്തോളം ഡസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ ഒരു ഡസ്റ്റ് കളക്ടിങ് ഏരിയയുടെ ഈ ഒരു പാർട്ടിലായിട്ട് ഒരു ഫിൽറ്റർ നമുക്ക് കാണാൻ പറ്റും. ഈ ഫിൽറ്റർ നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇതേപോലെ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. നമുക്ക് വാട്ടർ കൊണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് പ്രസ് ചെയ്ത് ആ ഒരു അടപ്പ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ യുറേക്ക ഫോപ്സിൻ്റെ ഒരു അടിപൊളി വാക്യൂം ക്ലീനറാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡസ്റ്റൊക്കെ സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.